ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. അധ്യായം 14. 14-ാമത്തെ അധ്യായത്തിൽ ത്രിഗുണങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും. ഇവിടെ കൂടുതൽ ഡീറ്റെയിലിൽ പറയുന്നുണ്ട് ഈ ഒരു അധ്യായത്തിൽ. നമുക്ക് തുടങ്ങാം. 14.1 ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയാ സർവേ പരാം സിദ്ധിം ഇതോ ഗതാഃ. ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയാ സർവേ പരാം സിദ്ധിമിദോ ഗതാഃ. ദേശപ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിദോ ഗതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിം ഇതോ ഗതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിദോ ഗതാഃ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഭാവാർത്ഥം വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. വിവർത്തനം. പരമദിവ്യത്വ പുരുഷൻ പറഞ്ഞു, ഏതൊന്നറിഞ്ഞുകൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയിട്ടുള്ളത്, സർവോത്കൃഷ്ടമായ ആ പരമജ്ഞാനത്തെപ്പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറയാം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായത്തിന്റെ അവസാനം വരെ നിരപേക്ഷ തത്വമായ പരമദിവ്യോത്തമ പുരുഷനെ ശ്രീകൃഷ്ണൻ വിശദമായി വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഭഗവാൻ തന്നെ വീണ്ടും അർജുനനെ ബോധദീപ്തനാക്കുന്നു. തത്വജ്ഞാനപരമായ ഊഹാപോഹ പ്രക്രിയയിലൂടെ ഈ അധ്യായത്തെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഭക്തിയുത സേവനത്തിന്റെ പ്രഭാവം സ്പഷ്ടമാവും. വിനയപൂർവ്വം അറിവ് നേടിയെടുക്കുന്നവർക്ക് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്ന് 13-ാം അധ്യായത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായുള്ള സമ്പർക്കത്താലാണ് ജീവസത്ത ഭൗതിക ലോകത്തിൽ കുരുങ്ങുന്നതെന്നും പറഞ്ഞു. ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്തെല്ലാമെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആത്മാവിനെ അവ കുടുക്കിൽപ്പെടുത്തുന്നതും മോചിപ്പിക്കുന്നതും ഏതേത് വിധത്തിലെന്നും ഈ അധ്യായത്തിൽ പരമപുരുഷൻ വിവരിക്കുന്നു. ഇവിടെ വിവരിക്കപ്പെട്ട ജ്ഞാനം മറ്റധ്യായങ്ങളിൽ വെളിവാക്കപ്പെട്ട ജ്ഞാനത്തെക്കാൾ ഉത്കൃഷ്ടമാണെന്ന് പരമപുരുഷൻ തന്നെ പ്രഖ്യാപിക്കുന്നു. ഈ ജ്ഞാനം നേടിയത് കൊണ്ടാണ് അനേകം ഋഷിവര്യന്മാർ പരിപൂർണതയിലെത്തിയതും ആധ്യാത്മിക ലോകത്തിലേക്ക് കടന്നതും. അതേ ജ്ഞാനത്തെ തന്നെയാണ് ഭഗവാൻ ഇവിടെ കുറെ കൂടി ഭംഗിയായി വിശദീകരിക്കുന്നത്. ഇതുവരെ പ്രതിപാദിക്കപ്പെട്ട ജ്ഞാനപ്രക്രിയയേക്കാൾ ശ്രേഷ്ഠതയുണ്ട് അതിന്. ഇതറിഞ്ഞ് പലരും പരിപൂർണത നേടിയിട്ടുണ്ട്. തന്മൂലം ഈ 14-ാം അധ്യായം സശ്രദ്ധം പഠിക്കുന്നവർക്ക് പരിപൂർണത നേടാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കണ്ടു, ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിലും കാണുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ, 7-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിലും 9-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിലും 10-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിലും ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്, ഞാൻ നിനക്ക് ജ്ഞാനം പകർന്നു തരാൻ പോവാണ്. അപ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് അദ്ദേഹം ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം 7-ലും 9-ലും 10-ലും പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും അദ്ദേഹം പറയുന്നു, അതേ രീതിയിൽ തന്നെ പറയുന്നു. അപ്പോൾ ജ്ഞാനത്തെ ആദ്യം അദ്ദേഹം സ്തുതിച്ചതിന് ശേഷം ആണ് പിന്നീട് അതിലേക്ക് ആ സബ്ജക്റ്റിലേക്ക് ഭഗവാൻ കിടക്കുന്നത്. ഈ ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിലും 1-ാമത്തെ ശ്ലോകത്തിലും 2-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ കൃഷ്ണൻ ഈ ജ്ഞാനത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്, ഗ്ലോറിഫൈ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം
ജ്ഞാനം ഉത്തമം എന്ന് പറയും, ഉത്തമമായിട്ടുള്ള ജ്ഞാനമാണ് എന്നാണ് പറയുന്നത്. യത് ജ്ഞാത്വാ മുനയാ സർവേ, ഇത് മനസ്സിലാക്കിയിട്ടുള്ള മുനിവരിമാർ, ഋഷിവര്യമാരെല്ലാവരും പരാം സിദ്ധിം ഇതോ ഗതഃ, അവർക്ക് പരമമായിട്ടുള്ള ഗതി, അവർക്ക് എല്ലാ സിദ്ധികളും കിട്ടിയിട്ടുണ്ട്. അതായത് പരമമായിട്ടുള്ള ഗതി എന്താണ്? ഭഗവത് പ്രാപ്തി, അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശീല പ്രഭുപാദി പറയുന്നു, 7-ാമത്തെ അധ്യായം മുതൽ 12 വരെ നമ്മൾ ഭക്തിയുത സേവനങ്ങളെക്കുറിച്ച് ഭഗവാൻ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഭഗവാന്റെ ഒരുപാട് വിഭൂതികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ജ്ഞാനയോഗം സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അവിടെ ജ്ഞാനം എന്താണ്, ജ്ഞേയം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ കുറച്ച് കൂടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ എക്സ്പ്ലനേഷൻ. അപ്പോൾ ത്രിഗുണങ്ങളെക്കുറിച്ച് 13-ാമത്തെ അധ്യായത്തിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു അധ്യായത്തിൽ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ് ത്രിഗുണങ്ങളെക്കുറിച്ച്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ശീല പ്രഭുപാദി പറയുന്നു, ഈ ഒരു അധ്യായം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നു, അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നു. 2 കാര്യങ്ങളുണ്ട്, ജ്ഞാനം, വിജ്ഞാനം അല്ലേ? ജ്ഞാനം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ, വിജ്ഞാനമാവുന്നത് അത് തിരിച്ചറിഞ്ഞ് അത് നമ്മൾ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ പ്രഭുപാദി ഉദ്ദേശിക്കുന്നതും ഭഗവാൻ ഉദ്ദേശിക്കുന്നതും വെറുതെ കേട്ടാൽ മാത്രം പോരാ, മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുക. അവിടെയാണ്, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. 2-ാമത്തെ ശ്ലോകത്തിൽ നോക്കാം എന്താ ഭഗവാൻ പറയുന്നതെന്ന്. അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും വലിയ ജ്ഞാനമാണെന്നുള്ളത്. 2-ാമത്തെ ശ്ലോകത്തിൽ ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നു, ഭഗവാൻ പറയുന്നത് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുന്നു. ഈ ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. നോക്കാം. ഇദം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപീനോപജായന്തെ പ്രളയേന വ്യതന്തി ച. ഇദം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപീനോപജായന്തെ പ്രളയേന വ്യതന്തി ച. ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭു. ഐശ്വര്യ ഹരേ കൃഷ്ണ. ഇദം ജ്ഞാനം ഉപസൃത്യ മമ സാധർമ്യമാഗതാ സർഗേപീനോപജായന്തെ പ്രളയേന വ്യതന്തി ച. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപി നോപജായന്തെ പ്രളയേന വ്യഥന്തി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപി നോപജായന്തെ പ്രളയേന വ്യതന്തി ച. താങ്ക് യു മാതാജി. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കും ആരെങ്കിലും. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വായിച്ചോളൂ മാതാജി, വായിച്ചു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേഭിനോപജായന്തെ പ്രളയേന വ്യഥന്തി ച. ഹരേ കൃഷ്ണ. വിവർത്തന ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റേതിന് സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടികാലത്ത് ജനിക്കുകയുമില്ല, പ്രളയകാലത്ത് ആകുല ചിത്തനാവുകയുമില്ല. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ലഭിച്ചാൽ മനുഷ്യൻ ഗുണങ്ങൾ കൊണ്ട് പരമദിവ്യോത്തമ പുരുഷനോട് തുല്യനാകും. അയാൾ ആവർത്തിച്ചുള്ള ജനന മരണങ്ങളിൽ നിന്ന് മോചിതനാകും. എന്നാൽ വ്യക്തിഗതാത്മാവെന്ന നിലയിലുള്ള വ്യക്തിത്വം നഷ്ടമാകുന്നില്ല. പരമവ്യോമത്തിലെ ദിവ്യഗ്രഹങ്ങളിൽ എത്തിയ മുക്താത്മാക്കൾ പ്രേമപൂർവം ദിവ്യമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് എപ്പോഴും ഭഗവത് പാതാരബിന്ദങ്ങളിൽ മനസ്സുറപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് വേദസാഹിത്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് മുക്തി നേടിയാലും ഭക്തന്മാർക്ക് തങ്ങളുടെ വ്യക്തിഭാവം നഷ്ടപ്പെടുകയില്ല.
ഹരേ കൃഷ്ണ മാതാജി വായിച്ചോളൂ അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭൗതിക ലോകത്തിൽ നമുക്ക് കിട്ടുന്ന അറിവെന്തും പൊതുവെ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ ദൂഷിതമാണ്. ത്രിഗുണ ദൂഷിതമാകാത്ത ജ്ഞാനത്തെ അതീന്ദ്രിയ ജ്ഞാനമെന്ന് പറയുന്നു. അതീന്ദ്രിയ ജ്ഞാനസ്ഥിതനായ ജീവാത്മാവ് പരമപുരുഷന്റെ നിലവാരത്തിൽ എത്തിച്ചേരുന്നു. സ്ഥൂല ശരീരത്തിന്റെ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തനായാൽ ലഭിക്കുന്ന ആധ്യാത്മിക വ്യക്തിത്വത്തിന് വൈവിധ്യങ്ങളില്ലെന്നും രൂപമില്ലാത്തതായി തീരുന്നുവെന്നുമാണ് പരമവ്യോമത്തെപ്പറ്റി അറിയാത്തവരുടെ വിശ്വാസം. എന്നാൽ ഈ ഭൗതിക ലോകത്തിലുള്ളതുപോലെ ആധ്യാത്മിക ലോകത്തിലുമുണ്ട് വൈവിധ്യം. ഇതിനെക്കുറിച്ച് അജ്ഞരായവർ ആധ്യാത്മിക അസ്തിത്വം ഭൗതിക വൈവിധ്യത്തിന് എതിരാണെന്ന് കരുതുന്നു. വാസ്തവത്തിൽ പരവ്യോമത്തിൽ ആത്മീയമായ രൂപം ലഭിക്കുമെന്നുള്ളതാണ് സത്യം. അവിടെ ആത്മീയങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. ആധ്യാത്മിക സ്ഥിതിയെ ഭക്തിനിഷ്ഠമായ ജീവിതമെന്ന് പറയാം. അവിടെ അന്തരീക്ഷം മാലിന്യരഹിതവും ജീവാത്മാവ് ഗുണത്തിൽ ഭഗവത് സദൃശനുമാണ്. ഈ അറിവ് ലഭിക്കുന്നതിനായി ഒരാൾക്ക് എല്ലാ ആധ്യാത്മിക ഗുണങ്ങളും വളർത്തിയെടുക്കേണ്ടി വരും. അങ്ങനെ ആധ്യാത്മിക ഗുണങ്ങൾ വളർത്തിയെടുത്തവരെ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയോ പ്രളയമോ ബാധിക്കുന്നില്ല താനും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു. ഇവിടെ പറയുന്നു ഇതം ജ്ഞാനം ഉപാശ്രിത്യ. അതായത് ഈ ജ്ഞാനത്തെ ഇതം എന്ന് പറഞ്ഞാൽ ഇത് ജ്ഞാനത്തെ ഉപാശ്രിത്യ ശരണം അല്ലെങ്കിൽ ശരണം പ്രാപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ജ്ഞാനം ശരിക്കും നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട്? മമ സാധർമ്യമാകതഃ. ഭഗവാൻ പറയുന്നത് മമ, അതായത് എന്നെ പോലെ അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നു. എന്നെ പോലെയാവാന്ന് പറഞ്ഞാൽ ഭഗവാൻ ആവാൻ പറ്റുമെന്നല്ല പറയുന്നത്. എൻ്റെ നേച്ചർ, അതായത് എൻ്റെ നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ നേച്ചർ എന്താണ്? സ്പിരിച്വലാണ്. ഭഗവാൻ ആത്മീയ തലത്തിലുള്ളതാണ്, ആധ്യാത്മിക തലത്തിലുള്ളതാണ്. ഭൗതിക തലത്തിലുള്ള നമ്മുടെ ശരീരം പോലെയല്ല ഭഗവാന്റെ എല്ലാം ആത്മീയ തലത്തിലുള്ളതാണ്. അതാണ് പറയുന്നത്. നമ്മളും ആത്മീയ തലത്തിലേക്ക്, ആധ്യാത്മിക തലത്തിലേക്ക്, ഭൗതിക തലത്തിൽ നിന്ന് മാറി ആധ്യാത്മിക തലത്തിലേക്ക് നമ്മളും വരുന്നു. അതാണ് പറയുന്നത്. സച്ചിത് ആനന്ദം എന്ന് പറയുന്നതാണ് ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ രൂപമാണെങ്കിലും ഭഗവാന്റെ ക്വാളിറ്റീസ് അല്ലേ. സത്ത് എന്ന് പറഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള, ചിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അറിവും ഉള്ളത്, ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ്, ആനന്ദം. അപ്പോൾ ഇതാണ് ആധ്യാത്മിക ലോകത്തിലെ എല്ലാവരുടെയും ആ ശരീരം എന്ന് പറയുന്നത് സച്ചിദാനന്ദമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ദുഃഖാലയമാണല്ലോ, ദുഃഖാലയത്തിലാണ് നമ്മളിരിക്കുന്നത് അല്ലേ, ഭൗതിക ലോകത്തിൽ. ഇവിടെ അതുകൊണ്ട് ദുഃഖങ്ങൾ വരുന്നു, ശരീരം നശിക്കുന്നു. അവിടെയുള്ള ശരീരം, ആധ്യാത്മിക ലോകത്തിലെ ശരീരം നശിക്കുന്നില്ല. ശരീരം, ആത്മീയ തലത്തിലുള്ള ശരീരം ഒരിക്കലും നശിക്കില്ല, വയസ്സാവുന്നില്ല, അസുഖങ്ങൾ വരുന്നില്ല, ശാശ്വതമായിട്ടത് നിലനിൽക്കുന്നു. ഇവിടെയാണെങ്കിൽ എല്ലാം നശിച്ചു പോകുന്നു. ഭഗവാൻ പറയുന്നു ഈ ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ജ്ഞാനം ശരിക്കും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ജ്ഞാനത്തെ ശരണം പ്രാപിച്ചാൽ, അതിൻ്റെ ഉദ്ദേശം എന്താണ്? മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ. അതാണ് നമ്മളെപ്പോഴും ഒരു ജ്ഞാനം ഭഗവാൻ ഇവിടെ പറയുന്ന ഉദ്ദേശം നമ്മൾ എപ്പോഴും ഓർക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയോണ്ട് കാര്യമില്ല, അത് ഫോളോ ചെയ്യും വേണം. അപ്പോൾ നമ്മുടെ ആ ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മമ സാധർമ്യമാകതഃ, എന്നെപ്പോലെ സച്ചിദാനന്ദ സ്വരൂപം അവർക്കും കിട്ടുന്നു. സർഗേപി നോപജായന്തേ പ്രളയേന വ്യദന്തിച്ച. അങ്ങനെയുള്ളവർ സർഗേപി നോപജായന്തേ, ഒരു തരത്തിലും ഒരു കാരണവശാലും ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ഈ ചക്രത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യം അവർക്ക് പിന്നീട് വരില്ല. അതിൻ്റെ അർത്ഥം വീണ്ടും അവർ ഈ ലോകത്തിൽ ജനിക്കാൻ പോകുന്നില്ല. സർഗേപി നോപജായന്തേ പ്രളയേവ വ്യതന്തിച്ച. ഒരിക്കലും വീണ്ടും ഈ ലോകത്തിൽ, ഈ ഭൗതിക ലോകത്തിൽ ജനിക്കുക എന്ന് പറയുന്നതും മരിക്കുക എന്ന് പറയുന്നതും അവർക്ക് പിന്നീട് സംഭവിക്കില്ല. അതാണ് പറയുന്നത്. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഈ ജ്ഞാനം മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മുടെ ലൈഫിൽ അത് ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ത്രിഗുണങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇവിടെ. ത്രിഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ആ ത്രിഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം ഈ ജീവാത്മാക്കൾ, നമ്മളെപ്പോലുള്ള ജീവാത്മാക്കളും ത്രിഗുണങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, ഇതെല്ലാം. അതേപോലെ ഭഗവാന്റെ റോൾ എന്താണ്,
ഇതെല്ലാം പറയുന്നു ഇവിടെ. അതെല്ലാം അടങ്ങുന്നതാണ് അറിവ് എന്ന് പറയുന്നത്. എല്ലാം അറിവ് നമ്മളെപ്പോഴും പറയും, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവിൽ ത്രിഗുണങ്ങളൊക്കെ വരുന്നു. ആത്മാവിനെക്കുറിച്ചുള്ള, അതായത് നമ്മൾ ശരീരമല്ല ആത്മാവാണ്, ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കുന്നത്, ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, നമ്മൾ ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഭഗവാന്റെ അംശമാണ്, നമ്മൾ ഭഗവാന്റെ സേവകരാണ്, ജീവരെ സ്വരൂപ ഹോയ് നിത്യര ദാസ് എന്നുള്ള, ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ഒരു ഭാവം, ഇതെല്ലാം മനസ്സിലാക്കുന്നതിനെയാണ് അറിവെന്ന് പറയുന്നത്. അതാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ചില ആളുകൾ മനസ്സിലാക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് ഓരോരുത്തർക്കും ജീവാത്മാവിന് ഒരു വ്യക്തിത്വം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് മുക്തി നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കുന്നു, ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നില്ല. ജീവാത്മാക്കൾക്ക് ഓരോരുത്തർക്കും, നമ്മളിവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ ഐഡൻറ്റിറ്റീസാണ്. നമുക്ക് ഈ ഒരു ജീവാത്മാവ് ആണ് ആക്ച്വലി നമ്മൾ, അല്ലേ? നമുക്ക് ഓരോരുത്തരും ആക്ച്വലി നമ്മളെല്ലാവരും ജീവാത്മാക്കളാണ്. പക്ഷേ ശരീരം ഓരോരുത്തർക്കും വേറെയാണ്, വ്യത്യാസമുണ്ട്. നമുക്ക് ഓരോരുത്തരും ഓരോ ശരീരത്തിലാണ് വേറെ വേറെ ശരീരങ്ങളിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കർമ്മം അനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ശരീരം. ശരീരത്തിൻ്റെ രൂപം, സ്വഭാവം, നിറം, പിന്നെ ജനിക്കുന്ന സ്ഥലം, ആർക്ക് ജനിക്കുന്നു, അച്ഛനോ അമ്മയോ ആരാണ്, ഭാര്യ ഭർത്താവ് ആരൊക്കെയാണ്, ഇതൊക്കെ കർമ്മം അനുസരിച്ച് വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം താൽക്കാലികമാണ്. ഈ ഒരു ജന്മത്തിലുള്ളത് ഇതാണ്. കഴിഞ്ഞ ജന്മത്തിൽ മനുഷ്യനായിരുന്നോ മൃഗമായിരുന്നോ നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇപ്പോഴുള്ളതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കുന്നതാണ് അറിവ്, ജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. കാര്യം പെർമനൻ്റ് ആയിട്ട് ഉള്ള ആ ഒരു ബന്ധം ഭഗവാനുമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിക്കുക. എത്ര കാലം നമുക്ക് ഈ ശരീരത്തിലിരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇനി അടുത്ത ഒരു ശരീരം എന്തായിരിക്കും നമുക്കറിയില്ല. നല്ല രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ശരീരത്തെ ഭഗവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, ശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച്, ഭഗവത്ഗീത പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമായിരിക്കും. അതുകൊണ്ട് ഈ ജ്ഞാനം, ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ, ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അതീന്ദ്രിയ ജ്ഞാനമാണ്. ഒരു കോളേജിലും പോയി പഠിപ്പിച്ചു തരുന്ന കാര്യമല്ല. കോളേജിൽ പഠിപ്പിക്കുന്നത് ഭൗതിക ലോകത്തിലെ കാര്യങ്ങളാണ്, മെറ്റീരിയൽ നോളജാണ്. അതിൽ ആ അറിവ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല. ഇവിടെ ജീവിക്കുന്ന കാലത്ത് കുറച്ച് പൈസ ഉണ്ടാക്കാം, പേരും പ്രശസ്തിയും നേടാം, അല്ലാതെ ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. ശാശ്വതമായിട്ടുള്ള ഒരു നോളജും അതിൽ വരുന്നില്ല. ഇവിടെ തൽക്കാലം ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള നോളജ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് പറഞ്ഞു തരുന്നില്ല. ശരിക്കുമുള്ള ജ്ഞാനം ഇരിക്കുന്നത് ശാസ്ത്രങ്ങളിലാണ്. ആ ശാസ്ത്രങ്ങൾ പഠിക്കുക, ആ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുക. മറ്റേ പഠനം വേണ്ടെന്നല്ല പറയുന്നത്, വേണം. കാരണം ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് വേണം, ആവശ്യത്തിന് വേണം. അപ്പോൾ ആ നോളജ് വേണം. പക്ഷെ അതിനും ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് ആത്മീയ തലത്തിലുള്ള അറിവുകളാണ്. ആ അറിവുകൾ എവിടെ നിന്ന് കിട്ടുന്നു? ശാസ്ത്രങ്ങളിൽ നിന്നേ കിട്ടുള്ളൂ. ഭഗവത്ഗീത അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കാര്യം ഭഗവത്ഗീതയിലാണ് തത്വപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം, അതായത് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ആക്ച്വലി ഫൗണ്ടേഷൻ മാത്രമല്ല, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. വേറെ ഒന്നും നമ്മൾ പഠിച്ചില്ലെങ്കിൽ, നമ്മൾ ഓടിപ്പോയി വേദങ്ങളൊന്നും വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൻ്റെ സാരം മുഴുവനും ഭഗവത്ഗീതയിലുണ്ട്. ഭഗവാൻ നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്ന് പറഞ്ഞു തുടങ്ങി. നമ്മളും ഭഗവാനും നമ്മളുടെ ബന്ധത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ട്, ഈ ഭൗതിക ലോകത്തിൽ നമ്മളെങ്ങനെ വന്നു, ഭൗതിക ലോകത്തിൽ നമ്മൾ എങ്ങനെ കുരുക്കിൽപ്പെട്ടിരിക്കുന്നു, ഇനി ഈ കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഭഗവാൻ അവസാനിപ്പിക്കുന്നത്. സർവധർമാൻ പരിത്യജ മന്മനാഭവ മത് ഭക്തോ മത് യാജി മാം നമസ്കരു, എന്നെ ആരാധിക്കൂ, എന്നെ ഓർക്കൂ, സ്മരിക്കൂ, നാമം ജപിക്കൂ, ശരണം പ്രാപിക്കൂ എന്ന് അവസാനം ഭഗവാൻ പറയുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം.
അപ്പോൾ ഈ ഒരു ജ്ഞാനം ഇവിടെ കിട്ടുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ വേറെ കാര്യങ്ങൾ ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദി പറയുന്നത്, ഇവിടെ ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ത്രിഗുണങ്ങൾ കൊണ്ട് അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അറിവുകളല്ല. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന ജ്ഞാനങ്ങൾ ഒക്കെ ഈ ത്രിഗുണങ്ങളുടെ ഒരു അധീനതയിൽ വരും. കാര്യം സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചു വരുന്നത് ആക്ച്വലി നമ്മളെ പഠിപ്പിക്കുന്ന രീതിയും അങ്ങനെയാണ്. രജോ ഗുണം കൂടുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി മറ്റുള്ളവരെക്കാൾ എങ്ങനെ മുമ്പിലെത്താൻ പറ്റും, കോമ്പറ്റീഷൻ, ഇതൊക്കെ രജോ ഗുണത്തിൻ്റെ ഒരു ഭാഗമാണ്. രജോ ഗുണമാണ് ആ കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവരെ താഴ്ത്തി മുന്നോട്ട് വരിക എന്ന് പറയുന്നത്, ഞാൻ ജയിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഭാവത്തോടു കൂടി ചെയ്യുന്നത്, ഇതൊക്കെ രജോ ഗുണമാണ് ശരിക്കും. സോ രജോ ഗുണവും തമോ ഗുണവും മാത്രമാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും. നമ്മുടെ രജോ ഗുണം തമോ ഗുണം കൂടുകയാണ് ചെയ്യുന്നത് നിർഭാഗ്യവശാൽ. ആളുകൾ വിചാരിക്കും പക്ഷേ നമ്മൾ എന്തൊക്കെയോ നേടുന്നു എന്നുള്ളത്. പൈസ നേടുന്നുണ്ടാവും, പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, പേരും പ്രശസ്തിയും കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കൂ. ജീവിക്കാൻ കുറച്ച് പൈസ ആവശ്യമുണ്ട്, വേണ്ടെന്നല്ല, തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. പക്ഷേ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ജീവിക്കാം. അതിനപ്പുറത്തേക്ക് അത് ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു ദിവസം നഷ്ടപ്പെടാൻ പോകുന്നതാണ്. പേരും പ്രശസ്തിക്കും അത്ര തന്നെ. കുറച്ച് കാലം ഉണ്ടാവും പേരും പ്രശസ്തിയും, അത് കഴിഞ്ഞാൽ അതും പോകും. ഒന്നും നമ്മുടെ കൂടെ ശാശ്വതമായിട്ട് വരാൻ പോകുന്നില്ല. എന്നിട്ടും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ എനർജിയും നമ്മുടെ എല്ലാം നമ്മൾ കൊടുക്കുന്നത് അവിടേക്കാണ്, അതിന് വേണ്ടിയിട്ടാണ്. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും. നല്ല ഭക്ഷണം കഴിക്കുക, സ്ത്രീ പുരുഷ ബന്ധം, താൽക്കാലിക സുഖങ്ങളുടെ പുറകിൽ ആളുകൾ ഓടുവാണ്. ആത്മീയമായിട്ടുള്ള ഒന്നും ആർക്കും താല്പര്യമില്ല. നിർഭാഗ്യം എന്ന് പറയാൻ. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ഇരിക്കുന്നത്, ഇവിടുന്ന് രക്ഷപ്പെടാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അത് ഒരു ബാഹ്യമായിട്ടുള്ള ഒരു കാരണം മാത്രമാണ്. അർജുനൻ വെറും നിമിത്തമാണ്. നമുക്ക് പഠിപ്പിച്ചു തരുവാണ് ഭഗവാൻ. ഇതെല്ലാം ആവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ഇതറിഞ്ഞ് നീ രക്ഷപ്പെടണം. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനല്ല. അതൊരു ചെറിയൊരു നിമിത്തം മാത്രമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ജ്ഞാനം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവത് പ്രാപ്തിയാണ് അതിൻ്റെ റിസൾട്ട്. അതാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ ഈ ശ്ലോകത്തിൽ. എന്താണ് റിസൾട്ട് കിട്ടുന്നതെന്ന് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ഈ ഭൗതിക ലോകം വിട്ട് ജന്മമൃത്യു ജരാവാദി ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കുന്നതല്ലേ ബുദ്ധി, അല്ലാതെ ഇവിടെ തന്നെ സുഖിച്ചിരിക്കാൻ നോക്കുന്നതാണോ നല്ലത്? എപ്പോഴും നമ്മുടെ ആചാര്യന്മാർ പറയുന്ന ഉദാഹരണം പോലെ ഈ ഭൗതിക ലോകത്തെ ജയിലായിട്ട് ഉപമിക്കും. അപ്പോൾ നമ്മളിരിക്കുന്നൊരു 5 സ്റ്റാർ ജയിലിലാണ്, എല്ലാ സുഖ സൗകര്യങ്ങളുള്ള ജയിലാണ്. നമ്മൾ ഇവിടുത്തെ ചൂടുകാലം വരുമ്പോൾ AC ഫിറ്റ് ചെയ്യും, ജയിലിൽ AC ഫിറ്റ് ചെയ്യുന്നു, നല്ല ഭക്ഷണം അവിടെ സപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ജയിലിലിരിക്കുന്ന ആൾക്കാർ അവിടെ അവരോട് പറയുകയാണ്, ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരാം, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് AC ഫിറ്റ് ചെയ്ത് തരാം, റൂമിൽ നല്ല 5 സ്റ്റാർ ഭക്ഷണം, ബൊഫേ സിസ്റ്റം എല്ലാ ദിവസവും ഡെയിലി 3 നേരം തരാം. ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ പറയും ഇതൊന്നും വേണ്ട, ഞങ്ങളെ ഇവിടുന്ന് പുറത്തേക്കാക്കി തന്നാൽ മതിയെന്ന്. ചില ആളുകളുണ്ടാവും, അവർ പറയും പുറത്ത് പോയിട്ട് കാര്യമില്ല, അതിനും നല്ലത് ഇവിടെയാണ്, സുഖമായിട്ട് AC കിടന്നുറങ്ങാം, പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി എടുക്കണം, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെയാകുമ്പോൾ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, നല്ല AC റൂമിൽ കിടക്കുകയും ചെയ്യാം, നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, പിന്നെ കുറച്ച് പണിയൊക്കെ എടുപ്പിക്കും ജയിലിൽ, അത് ചെയ്യാനും കുഴപ്പമില്ല, ഇടയ്ക്കൊരു എക്സസൈസ് വേണം അതിന് വേണ്ടിയിട്ട്. അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അപ്പോൾ നമ്മളെല്ലാവരും ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നവരാണ്. ഇവിടെ തന്നെ കൂടിയാൽ മതി, കുറച്ച് ACയും കുറച്ച് സുഖ സൗകര്യങ്ങളും ബാക്കി ഭക്ഷണവും ഒക്കെ നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിവിടെ മതി, ഇത്രയും നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ആ ഒരു രീതിയിലേ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ട് വീണ്ടും ഇത് പറഞ്ഞു എന്നുള്ളത് ഓർക്കുക.
നമ്മളിതെല്ലാം വായിക്കുന്നതും പഠിക്കുന്നതും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ അറിവ് കൂട്ടിയോണ്ടല്ല കാര്യം. അറിയുന്ന കാര്യങ്ങളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രഭുപാദി പറയുന്നു, ആധ്യാത്മിക ലോകത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മായാവാദികൾ പറയുന്ന പോലെ അവിടെ ഒന്നുമില്ല, അല്ലെങ്കിൽ ശൂന്യമാണ്, അല്ലെങ്കിൽ വെളിച്ചം മാത്രമാണ്. അങ്ങനെയല്ല. അവിടെ ഇവിടത്തേക്കാൾ ഇതൊന്നുമല്ല. ഭൗതിക ലോകത്തിൽ നമ്മൾ കാണുന്ന അത്ഭുതങ്ങളൊന്നും ഒന്നുമല്ല. അവിടെയാണ് ശരിക്കുള്ളത്. ചിന്താമണി ധാമമാണ് ഗോലോക വൃന്ദാവനം, വൈകുണ്ഠമൊക്കെ. ചിന്താമണിയും അതേപോലെ, ചിന്താമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും നമുക്ക് മണിയോട് പറഞ്ഞു കഴിഞ്ഞാൽ, രത്നത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നു. അതുപോലെ കൽപ്പവൃക്ഷങ്ങളാണ്, സുരഭി പശുക്കളാണ്, ചോദിക്കുന്നതെല്ലാം നടക്കുന്ന സ്ഥലമാണ്. പിന്നെ വ്യാധികളില്ല, ആദിയില്ല, മരണമില്ല, ദുഃഖങ്ങളില്ല. വൈകുണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ഠമില്ല, ദുഃഖങ്ങളും പ്രശ്നങ്ങളും വ്യാധികളും ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതാണ് വൈകുണ്ഠം. അവിടേക്ക് പോകണമെങ്കിൽ പ്രഭുപാദ് ഇവിടെ പറയുന്നു വീണ്ടും. പ്രഭുപാദ് 2ാമത്തെ പാരഗ്രാഫിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ആ ഒരു ഭക്തിപരമായിട്ടുള്ള ജീവിതത്തിലൂടെയാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുക, നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും. മമ യോനിർമഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ശ്ലോകം 3. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. മമ യോനിർമഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മമ യോനിർമഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ വിവർത്തനം കൃഷ്ണ. വായിച്ചോട്ടെ പ്രഭു? വായിക്കൂ. ശ്ലോകം 3. മമ യോനിർമഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. വിവർത്തനം ഭാവാർത്ഥം. എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ഭാരത, ബ്രഹ്മമെന്ന് പറയപ്പെടുന്ന സമഗ്ര ഭൗതിക സത്തയത്രേ ജനനത്തിനു കാരണം. അത് എന്നിൽ നിന്ന് ഗർഭം ധരിച്ച് സകല ജീവികൾക്കും ജന്മം കൊടുക്കുന്നു. ഭാവാർത്ഥം. ലോകത്തിന്റെ ഒരു വിവരണമാണിത്. ക്ഷേത്രജ്ഞന്മാരുടെ അഥവാ ശരീരത്തിന്റെയും ജീവാത്മാവിന്റെയും സംയോഗത്താലാണ് പ്രവർത്തികൾ നടക്കുന്നത്. ഭൗതിക പ്രകൃതിയും ജീവസത്തയുമായുള്ള സംയോഗം സാധ്യമാക്കുന്നത് സർവേശ്വരൻ തന്നെയാണ്. മഹത്തത്വമാണ് സമഗ്ര വിശ്വാവിഷ്കാരത്തിന്റെയും കാരണം. പ്രകൃതിയുടെ ത്രിഗുണങ്ങളടങ്ങിയ സമഗ്ര ഭൗതിക തത്വത്തെ ചിലപ്പോൾ ബ്രഹ്മം എന്ന് വിളിക്കാറുണ്ട്. പരമപുരുഷൻ സമഗ്ര ഭൗതിക തത്വത്തെ പൂരിതമാക്കുകയും അങ്ങനെ എണ്ണമറ്റ വിശ്വാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മഹത്തത്വം എന്ന ഈ ഭൗതിക സത്തയെ വൈദിക സാഹിത്യങ്ങൾ ബ്രഹ്മൻ എന്നാണ് വിവരിക്കുന്നത്. തസ്മാത് ഏതത് ബ്രഹ്മനാമരൂപം അന്നം ച ജായതേ. മുണ്ടോപനിഷത്ത് 1:1-9. പരമപുരുഷൻ ബ്രഹ്മത്തെ ജീവസത്തകളുടെ ബീജങ്ങളാൽ പൂരിതമാക്കുന്നു. ഭൂമി, ജലം, അഗ്നി, വായു മുതലായ 24 മൂലകങ്ങളും ഭൗതിക ശക്തി മാത്രമാണ്. അവ മഹത്തായ ബ്രഹ്മത്തിന്റെ ഭൗതിക പ്രകൃതിയുടെ ഘടകങ്ങളാണ്. 7ാം അധ്യായത്തിൽ പ്രസ്താവിച്ചതുപോലെ ഇവയ്ക്ക് അതീതമായ ജീവസത്ത എന്ന മറ്റൊരു ഉത്കൃഷ്ട പ്രകൃതിയുണ്ട്. ഈ ഉത്തമ പ്രകൃതി പരമദിവ്യോത്തമ പുരുഷന്റെ ഇച്ഛയാൽ ഭൗതിക പ്രകൃതിയുമായി സമ്പർക്കം പുലർത്തുകയും അങ്ങനെ ജീവജാലങ്ങളെല്ലാം ഭൗതിക പ്രകൃതിയിലുളവാകുകയും ചെയ്യുന്നു. അരിക്കൂമ്പാരത്തിൽ തേൾ മുട്ടയിടാറുണ്ട്. ചിലർ കരുതും ആ അരിയിൽ നിന്നാണ് തേൾ പിറക്കുന്നതെന്ന്. അത് വാസ്തവമല്ല. പെൺതേൾ അരിയിൽ മുട്ടയിടുകയാണ് ഉണ്ടായത്. അതുപോലെ ജീവജാലങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണം ഭൗതിക പ്രകൃതിയല്ല, ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടികൾ എന്ന മട്ടിൽ പുറത്തു വരുന്നുവെങ്കിലും അവയ്ക്ക് ബീജപ്രദാനം ചെയ്തത് ഭഗവാൻ തന്നെ. എല്ലാ ജീവികൾക്കും തങ്ങളുടെ പൂർവകർമ്മങ്ങൾക്ക് അനുയോജ്യമാവണ്ണം സുഖമോ ദുഃഖമോ അനുഭവിക്കാൻ വേണ്ടി ഭൗതിക പ്രകൃതി സൃഷ്ടിക്കുന്ന വ്യത്യസ്ത ശരീരങ്ങളെ സ്വീകരിക്കേണ്ടി വരും.
ഈ ഭൗതിക ലോകത്തിലെ സകല ജീവസത്തകളുടെ ആവിർഭാവത്തിന് കാരണം ഭഗവാൻ തന്നെ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ ഇവിടെ കൃഷ്ണ. പറയുന്നു ആ ഭൗതിക ലോകത്തിലെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള മഹത് ബ്രഹ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അടങ്ങുന്നതിനെയാണ് പറയുന്നത് മഹത് ബ്രഹ്മ. ആ ബ്രഹ്മനിൽ, അതായത് ആ ഭൗതിക ലോകത്തിൽ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക? 24 മൂലകങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്, മഹത് ബ്രഹ്മയിലുള്ളത്. അല്ലെങ്കിൽ ഇതിനെ മഹത്തത്വം എന്നും പറയുന്നു. ആ മഹത്തത്വത്തിലേക്ക്, അതായത് ഈ മൂലകങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഭൂമി, അപ്പോ, അനലോ, വായുർ, ഖം, മനോ, ബുദ്ധി, രേവച്ച, 8. നമ്മൾ ഇത് നേരത്തെ പഠിച്ചിട്ടുണ്ട് മുമ്പുള്ള അധ്യായങ്ങളിൽ അല്ലേ? ഭിന്ന പ്രകൃതി അഷ്ടത, 8 കാര്യങ്ങൾ, മൂലകങ്ങൾ. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? ജ്ഞാനേന്ദ്രിയങ്ങൾ വരുന്നു, കർമ്മേന്ദ്രിയങ്ങൾ വരുന്നു അല്ലേ? അപ്പം ഇതെല്ലാം അടങ്ങി 24 മൂലകങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം 24 മൂലകങ്ങൾ മഹത്തത്വയിലുണ്ട്, അല്ലെങ്കിൽ മഹത് ബ്രഹ്മൻ എന്നിവിടെ ഇവിടെ പറയുന്നു, അവിടെയുണ്ട്. അത് ഭഗവാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഭഗവാനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ മൂലകങ്ങളെയെല്ലാം. ഇനി അതിലേക്ക് ഇപ്പോൾ ഈ മൂലകങ്ങളുണ്ട്, ശരിയാണ്. ഇനി അത് പക്ഷേ അപ്രകടമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്, പ്രകടമായിട്ടില്ല, അതായത് ആക്റ്റീവായിട്ടില്ല. ഇനി ഭഗവാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു, അദ്ദേഹമാണ് വിത്ത് കൊടുക്കുന്നത്. അതായത് ജീവജാലങ്ങളെ, അതായത് ഒരു പുരുഷൻ സ്ത്രീയിലേക്ക് വിത്ത് കൊടുക്കുന്ന പോലെ ജീവജാലങ്ങളെ ഭഗവാനാണ് അതിലേക്ക് ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നത്, പ്രകൃതിയിലേക്ക്, അല്ലെങ്കിൽ ഈ മഹത്തത്വത്തിലേക്ക്. അങ്ങനെ അത് നടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാന്റെ ദൃഷ്ടിയും കൂടെ പതിയുമ്പോൾ ഇതെല്ലാം ആക്റ്റീവ് ആവുന്നു. അപ്പോൾ നോക്കുമ്പോൾ ജീവജാലങ്ങൾ ഭൗതിക പ്രകൃതിയിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് കാണാൻ തോന്നും, ഇവിടെ പറഞ്ഞതുപോലെ. അതായത് തേള് മുട്ടയിട്ട് അരിയുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ തേളിൻ്റെ ഉത്ഭവം അരി കാരണമാണെന്ന് വിചാരിക്കുന്ന പോലെ ആക്ച്വലി അല്ല, അല്ലേ? അവിടെ മുട്ടയിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്, അല്ലാണ്ട് അരിയല്ല തേളിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ ഭൗതിക പ്രകൃതിയല്ല ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നത്, ഭഗവാൻ അതിൽ വിത്ത് കൊടുക്കുന്നു. അത് ആക്റ്റീവായി പ്രകടമാവുന്നത് ഭൗതിക പ്രകൃതിയിലാണ് എന്നുള്ളത് മാത്രം. അപ്പോൾ അതേപോലെയാണ് ഇവിടെ ഈ ഒരു സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒന്നുമില്ല. ഈ മൂലകങ്ങളെ 24 മൂലകങ്ങളെ സൃഷ്ടിക്കുന്ന ഭഗവാനാണ്, ഇന്ദ്രിയങ്ങളെ സൃഷ്ടിക്കുന്നത്, ഇന്ദ്രിയ വസ്തുക്കളെ സൃഷ്ടിക്കുന്നത് എല്ലാം ഭഗവാനാണ്. പിന്നീട് ജീവജാലങ്ങളെ അവിടെ കൊടുക്കുന്നതും ഭഗവാനാണ്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും ഭഗവാനാണ്. അതിനുശേഷമാണ് പിന്നീടാണ് ബ്രഹ്മാവിൻ്റെ റോൾ വരുന്നത്. ബ്രഹ്മാവാണ് പിന്നീട് ഈ ജീവജാലങ്ങളെ കർമ്മം അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ശരീരം കൊടുക്കുന്നതും അതനുസരിച്ചിട്ട് ഓരോ ബ്രഹ്മാണ്ടങ്ങളിലേക്ക് വിടുന്നതും ഒക്കെ. ബാക്കിയെല്ലാം അദ്ദേഹം ചെയ്യുന്നു. എന്നാൽ തുടക്കം, അതിൻ്റെ മെയിൻ കാര്യം, ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് സർഗം വിസർഗം എന്ന് ഭാഗവത്തിൽ പറയുന്നത്. സർഗത്തെ ഇപ്പോൾ നമ്മൾ ഭഗവാൻ ചെയ്യുന്നതിനെ സർഗം എന്ന് പറയുന്നു. വിസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ക്രിയേഷൻ എന്ന് പറയും. ബ്രഹ്മാവിൻ്റെ ജോലിയാണ് വിസർഗം. രണ്ടും സൃഷ്ടിയുടെ ഭാഗമാണ്. ഒന്ന് ആദ്യത്തെ മെയിൻ ആയിട്ടുള്ളത്, ആ മെയിൻ ആയിട്ടുള്ള, അതായത് വേറൊരു ഉദാഹരണം നമ്മളെപ്പോഴും പറയുന്ന പോലെ, ഒരു എൻജിനീയർ ഒരു ബിൽഡിംഗ് പണിയാൻ നോക്കുന്നത് പോലെ ബ്രഹ്മാവ് ഒരു എൻജിനീയറിനെ പോലെയാണ്. എൻജിനീയർ എന്താ ചെയ്യുന്നത്? ഇഷ്ടികയും സിമൻറ്റും മെറ്റലും ഇതെല്ലാം വെള്ളവും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം ഒരു നല്ല ബിൽഡിംഗ് പണിയുന്നു, അല്ലേ? പക്ഷേ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? എൻജിനീയർ അദ്ദേഹം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണോ? അല്ല, അദ്ദേഹം വാങ്ങിക്കുന്നു, അത് വെച്ച് ബിൽഡിംഗ് മാത്രം കിട്ടുന്നു. ആ സംഭവം സപ്ലൈ ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അതേപോലെയാണ് ആ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ, ആ എലമെൻറ്റ്സ് എല്ലാം ഉള്ളതുകൊണ്ട് അതിനെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് അയാൾ ബിൽഡിങ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതേപോലെയാണ് ബ്രഹ്മാവ് ചെയ്യുന്നത്. മൂലകങ്ങളെല്ലാം ഭഗവാൻ തന്നിട്ടുള്ളത്, ജീവജാലങ്ങളും ഭഗവാന്റേതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് പറയുന്നത്. അതിൽ നിന്ന് പിന്നീട് രണ്ടാമത് കെട്ടിടം പണിയുന്ന പോലെ ബ്രഹ്മാവ് വിസർഗം ചെയ്യുന്നു, സൃഷ്ടി ചെയ്യുന്നു.
അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നു, ഞാനാണ് ഇതിലേക്ക്, പ്രകൃതിയിലേക്ക് ഇതിനെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം മഹത്വത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. മഹത്വത്വം എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണോ ഈ ഭൗതിക സൃഷ്ടി നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭൗതിക സൃഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സാമഗ്രികളും ഇരിക്കുന്നത് എവിടെയാണോ അതിനെയാണ് മഹത്വത്വം എന്ന് പറയുന്നത്. ആ മഹത്വത്വത്തിലേക്ക് ഭഗവാന്റെ ദൃഷ്ടിയും കൂടെ വരുമ്പോഴാണ് അവിടെ എന്താണ് ദൃഷ്ടി പതിയുമ്പോഴാണ് അത് പ്രകൃതിയായി മാറുന്നത്, അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്നത്. ഇതെല്ലാം അതുവരെ അത് ഇനാക്റ്റീവാണ്, അപ്രകടമാണ്. നമ്മളിതിന് മുമ്പ് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്രകടമായിരിക്കുന്ന അവസ്ഥയിൽ അതിനെ പ്രധാന എന്ന് പറയുന്നു. അത് പ്രകടമാവുമ്പോൾ അതിനെ പ്രകൃതി എന്ന് വിളിക്കുന്നു. അതാണ് അവിടെ അതെല്ലാം നമുക്കിവിടെ ഒന്നും കൂടെ ഓർക്കാം, മനസ്സിലാക്കാം. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ഇനി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഇനി ഓർമ്മ ഇല്ലാത്തവർക്കൊന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. വേറൊരു ഉദാഹരണം കൂടെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരാറുണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. അതായത് ഈ പ്രകൃതിയെ ഒരു പെൺകുട്ടിയായിട്ട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോഴേ ആ പെൺകുട്ടിക്ക് അതായത് ആ പെൺകുട്ടിക്ക് ഓൾറെഡി ഭഗവാൻ ആ ശരീരം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ശരീരത്തിൽ വലുതായതിനു ശേഷം കുട്ടിയെ ഗർഭം ധരിക്കുവാനും പ്രസവിക്കാനുമുള്ള വേണ്ടതായിട്ടുള്ള എല്ലാ സാമഗ്രികളും ആ ശരീരത്തിലുണ്ട്. പെൺകുട്ടി ജനിക്കുമ്പോഴേ അതിനകത്തുണ്ട്. പക്ഷേ അതൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. അതെപ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത്? സംഭവങ്ങളെല്ലാം ഉണ്ട്. ആക്റ്റീവ് ആവുന്നത് ആ കുട്ടിയുടെ പ്രായപൂർത്തിയാവുമ്പോൾ, അല്ലേ? അതേപോലെയാണ് ആക്റ്റീവ് അല്ലാതിരിക്കുന്ന സമയത്ത് ഈ മൂലകങ്ങളും ഇതെല്ലാം ഇരിക്കുന്നതിനെ പ്രധാനമെന്ന് പറയും. അപ്പോൾ അപ്രകടമായിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ ഈ പെൺകുട്ടിയുടെ കേസിൽ പറയുകയാണെങ്കിൽ മെച്യൂരിറ്റി ആയതിനു ശേഷം, വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവുമായിട്ട് കൂടുമ്പോൾ, പിന്നീട് ഭർത്താവ് അതിലേക്ക് വിത്ത് പാകുമ്പോൾ പിന്നീട് കുട്ടി ജനിക്കുന്നു, അല്ലേ? അതേപോലെ ഇവിടെ ഭഗവാനാണ് ആ വിത്ത് കൊടുക്കുന്നത്. ഭഗവാനാണ്. അത് അഹം ബീജ ഇവിടെ പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു അഹം ബീജ, അടുത്ത 4ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത് അഹം ബീജ പ്രതാപിത, ബീജം കൊടുക്കുന്നത് ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെ ആ ബീജം കൊടുക്കുന്നത് ഭഗവാനാണ്. മാത്രമല്ല ഭഗവാൻ ബീജം കൊടുത്തതിന് ശേഷം അതിനെ ആക്ടിവേറ്റും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്. ഭഗവാൻ വന്ന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരു പുരുഷനും സ്ത്രീയെ പോലെയല്ല ഇത് കാര്യങ്ങൾ നടക്കുന്നത്. ഭഗവാന്റെ നോട്ടം മതി. നോട്ടത്തിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത് തന്നെ. അതാണ് ഭഗവാൻ. അപ്പോൾ അപ്രകടമായിരിക്കുന്ന അവസ്ഥയിൽ അതിനെ പ്രധാനമെന്ന് പറയുന്നു. അത് പ്രകടമാവുമ്പോൾ അതിനെ പ്രകൃതി എന്ന് പറയുന്നു. അപ്പോൾ പ്രകൃതി ആണ് നമ്മൾ കാണുന്ന ഭൗതിക പ്രകൃതി ഇപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്നു. ആക്ച്വലി ഇത് നടന്നിട്ടുള്ളത് ഭഗവാന്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തർക്കും ശരീരമുണ്ട്, നമ്മളും ആക്റ്റീവാണ്. കാരണം എന്താണ്? പ്രകൃതി ആക്റ്റീവായിട്ടുള്ളത് ഇരിക്കുന്നതുകൊണ്ട്, അല്ലേ? അപ്പോൾ പക്ഷേ നമ്മുടെ ഉദ്ഭവം ശരിക്കും പറയുകയാണെങ്കിൽ ഭൗതിക പ്രകൃതിയുടെ പ്രൊഡക്ട്സ് അല്ല നമ്മൾ. ഭൗതിക പ്രകൃതിയുടെ പ്രൊഡക്ട്സ് അല്ല നമ്മൾ. ആക്ച്വലി ഭഗവാന്റെ ആളാണ്. ഭൗതിക പ്രകൃതി ഭഗവാന്റെ പ്രൊഡക്റ്റാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വരുന്ന നേരത്തെ ഇവിടെ അതുകൊണ്ടാണ് പ്രഭുപാജി ഇവിടെ ഉദാഹരണം പറയുന്നത്. ഈ തേള് പ്രസവിക്കുന്ന കാര്യം, അരിയല്ല ഉത്തരവാദി, അരിയിൽ ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ. അപ്പോൾ അരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെയാണ് ഭൗതിക പ്രകൃതി, അതിനൊരു മീഡിയം മാത്രമാണ്. പക്ഷേ ഭഗവാന്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് കാര്യം നടക്കുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം ഈ ഒരു തീമിൽ വരുന്നത് തന്നെയാണ്. അടുത്ത ശ്ലോകം സർവയോനീഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയാ താസാം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. ഹരേ കൃഷ്ണ. സർവയോനിഷു കൗന്ദേയ മൂർത്തയത് സംഭവന്തി യാഃ താസാം ബ്രഹ്മമഹദ്യോനിം അഹം ബീജപ്രദപിതാ. ഹരേ കൃഷ്ണ.
ഉം. ഹരേ കൃഷ്ണ. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തി യാ താസാം ബ്രഹ്മ മഹോദ്യോനി അഹം ബീജപ്രദപിതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു നമോ ഭഗവതേ വാസുദേവായ. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തി യാ താസാം ബ്രഹ്മ മഹദ്യോനിരഹം ബീജ പ്രദാപിതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവയോനീഷു കൗന്ദേയ മൂർത്തയ സംഭവന്തി യാ താസാം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദപിതാ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം വായിക്കട്ടെ പ്രഭുജി. വായിക്കും. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ കുന്തിപുത്ര, നാനാരൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ്. അവയുടെ ബീജപ്രദാതാവായ പിതാവും ഞാൻ തന്നെയെന്നറിയണം. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാനാണ് ജീവസത്തകൾക്കെല്ലാം ആദിപിതാവെന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. ഭൗതികവും ആത്മീയവുമായ പ്രകൃതികളുടെ സംയോഗമാണ് ജീവസത്തകൾ. അങ്ങനെയുള്ള ജീവസത്തകൾ ഭൂലോകത്തിൽ മാത്രമല്ല, ബ്രഹ്മാവ് വാഴുന്ന സമുന്നത ഗ്രഹത്തിൽ പോലും കാണപ്പെടുന്നു. ഭൂമിക്കുള്ളിലും വെള്ളത്തിലും അഗ്നിയിൽ പോലും ജീവികളുണ്ട്. എല്ലായിടത്തും ജീവസത്തകളുണ്ട്. പ്രകൃതി മാതാവിന്റെ ശക്തിയുടെയും കൃഷ്ണന്റെ ബീജഭാവ പ്രക്രിയയുടെയും ഫലങ്ങളാണ് ഈ ആവിർഭാവങ്ങൾ മുഴുവനും. സൃഷ്ടിയുടെ ആരംഭത്തിൽ പൂർവ്വകർമാനുസൃതമായി ഭിന്ന രൂപങ്ങളിൽ പിറവിയെടുക്കുന്ന ജീവസത്തകളാൽ പൂരിതമാണ് ഭൗതിക ലോകം എന്ന് സാരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ പറയുന്നു ഭഗവാനാണ് പിതാവ്, അഹം ബീജപ്രദാപിത. പ്രകൃതിയാണ് അമ്മ. പ്രകൃതിയിൽ നിന്നാണ് വരുന്നത്, പക്ഷേ ബീജം കൊടുക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ പ്രകൃതിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല പല കാര്യം. ഇതെന്തുകൊണ്ട് നമ്മൾ വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, ചില സിദ്ധാന്തങ്ങൾ, ചില പ്രസ്ഥാനങ്ങൾ പറയുന്നു നമ്മൾ ഓരോരുത്തരും പ്രകൃതിയുടെ പ്രൊഡക്ട്സ് ആണെന്ന് പറയുന്നു. അതിൽ ഭഗവാന്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ബീജം കൊടുക്കുന്നത് ഭഗവാനാണ്. അതല്ലെങ്കിൽ പ്രകൃതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇതാണ് ഇവിടെ പറയുന്നു. പ്രഭുജി പറയുന്നു, ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഞാനാണ് ബീജം കൊടുക്കുന്നത്. സർവയോനീഷു കൗന്ദേയ, എല്ലാ ജീവജാലങ്ങളും, എല്ലാ സ്പീഷീസിൻ്റെയും കാര്യം, ഒരു കാറ്റഗറി മാത്രമല്ല, എല്ലാം. മൂർത്തയ സംഭവന്തിയ, അവർക്ക് ഇവിടെ ജന്മം അല്ലെങ്കിൽ അവർക്ക് ജനിക്കാൻ പറ്റുന്നു. എങ്ങനെയാണ്? താസാം ബ്രഹ്മ മഹത് യോനിർ, എവിടെ? ഈ ഭൗതിക ലോകത്തിൽ ജനിക്കാൻ അവർക്ക് സാധിക്കുന്നത് അഹം ബീജപ്രദാപിത. കാര്യം ഞാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദോസായ വിഷ്ണു ആണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, ബീജം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, എല്ലാ ബ്രഹ്മാണ്ടത്തിലും എല്ലാ ഈവൻ പ്ലാനറ്റ്സിലും, എല്ലാ ഗ്രഹങ്ങളിലും, എല്ലാ ലോകത്തും ജീവജാലങ്ങളുണ്ട്. ഇപ്പം സൂര്യൻ എന്ന് പറയുന്ന പ്ലാനറ്റിൽ, ചന്ദ്രൻ എന്ന് പറയുന്ന പ്ലാനറ്റിൽ, ബ്രഹ്മാവ് ഇരിക്കുന്ന സ്ഥലത്ത്, ബ്രഹ്മലോകത്ത്, എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും ജീവജാലങ്ങളുണ്ട്. സൂര്യനകത്തും ജീവജാലങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഒന്നുമില്ലാന്ന്. ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല എന്ന് മാത്രം. അതേപോലെ ചന്ദ്രനിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ബ്രഹ്മലോകത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ജീവജാലങ്ങൾ ഇരിക്കുന്നു. അവിടെ ഓരോ ജീവജാലങ്ങളുടെയും ശരീരത്തിൻ്റെ ഘടന വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഈ ലോകത്തുള്ള ആളുകളെ കാണാൻ പറ്റുള്ളൂ. കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അങ്ങനെയാണ്. ഭൂമി, അപ്പോ, അനലോ, വായു, ഖം, ഈ പറയുന്ന മൂലകങ്ങൾ, ആ മൂലകങ്ങളുടെ കോമ്പിനേഷൻസ് വ്യത്യാസമുള്ളതുകൊണ്ട് ഈ ലോകത്തിലിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ആളുകളെ നമുക്ക് കാണുന്നതിന് കാരണം അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു ശരീരവും ഇന്ദ്രിയങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ദേവതമാരെ കാണാൻ പറ്റില്ല, അവർക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്. കാര്യം അവരുടെ ശരീരവും പഞ്ചഭൂത നിർമ്മിതമാണെങ്കിൽ പോലും അതിൻ്റെ കോമ്പിനേഷൻസ് വ്യത്യാസമുണ്ട്, പെർസെൻറ്റേജസ് വ്യത്യാസമുണ്ട്. അതായത് ഭൂമിയുടെയും വായുവിൻ്റെയും അതേപോലെ വെള്ളത്തിൻ്റെയും ഇതിൻ്റെ പെർസെൻറ്റേജസ് വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഭഗവാൻ അറിയുള്ളൂ. ബ്രഹ്മാവിനും ഒരു പരിധിവരെ അറിയാം, ബ്രഹ്മാവാണ് ഇത് ചെയ്യുന്നത്.
ഇപ്പോൾ ബ്രഹ്മാവനും ഭഗവാനും അറിയാം, വേറെ ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഈവൻ നമുക്ക് കൊറോണ വൈറസിനെ കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഒരുപാട് ജീവജാലങ്ങൾ പറക്കുന്നുണ്ട്, നമ്മുടെ മുമ്പിലൂടെ പോകുന്നുണ്ട് വായുവിൽ, കാണുന്നില്ല. നമുക്ക് അതുപോലും കാണാൻ പറ്റില്ല, പിന്നെയാണോ വേറെ ലോകത്തുള്ള ദേവതമാരെ കാണാൻ പറ്റുന്നത്? ഈ ലോകത്തിലുള്ള സംഭവങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല മുഴുവനും. അതാണ് നമ്മുടെ, അത്രയേ ഉള്ളൂ, നമുക്ക് അത്രയേ കപ്പാസിറ്റി ഉള്ളൂ. മനസ്സിലാക്കുക, എല്ലായിടത്തും ജീവജാലങ്ങളുണ്ട് എന്നുള്ളത്. എല്ലാവർക്കും ഈ ജീവജാലങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ. അല്ലെങ്കിൽ ലക്ഷ്യം ഈ ജീവജാലങ്ങളുടെ എല്ലാവരുടെയും, അല്ലെങ്കിൽ ഭഗവാന്റെയും ഉദ്ദേശം ഈ ജീവജാലങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ള സ്ഥലം, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ്, ഈ ഭൂമണ്ഡലത്തിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കർമ്മഭൂമി എന്ന് വിളിക്കുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. നമുക്ക് ചോയ്സ് എടുത്ത്, നമുക്കിവിടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും സുഖങ്ങളും ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണത്. സുഖങ്ങൾ മാത്രമല്ല, ഉപരി ലോകങ്ങളിലും സ്വർഗ്ഗലോകങ്ങളിലും അങ്ങനെയുള്ള ലോകങ്ങളിൽ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ, ദുഃഖങ്ങൾ കുറവാണ്. ഇവിടെ ജന്മമൃത്യു ജരാവ്യാധിയുടെ എഫക്ട്സ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് തിരിയാനുള്ള സാധ്യതയും കൂടുതലാണ്. ദുരിതങ്ങൾ മാത്രമാണെങ്കിലും തിരിയില്ല ഭഗവാന്റെ അടുത്തേക്ക്, സുഖങ്ങൾ മാത്രമാണെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് തിരിയാൻ ബുദ്ധിമുട്ടാണ്. രണ്ടും ഇടയിൽ മാറിത്തിരിയുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാതെയാവും. അങ്ങനെ നമ്മൾ അന്വേഷിച്ചു തുടങ്ങും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ജ്ഞാനത്തിലൂടെ, അല്ല ആ ഒരു എന്താ പറയുക, അറിവ് നേടാനുള്ള ആഗ്രഹത്തിലൂടെ അവസാനം നമ്മൾ ഇവിടേക്ക് എത്തുന്നു, ഈ ഒരു പാതയിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളവരാണ് നമ്മൾ. ഈ ജന്മത്തിലല്ല, ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ബാക്കി പത്രമാണ് ബാക്കി പത്രമാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വൈഷ്ണവരുടെ കൃപ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കാരണമാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത്രയും ഇവിടെ വരെ നമുക്ക് വന്ന് ഇവിടെ ഭഗവത്ഗീത എടുത്ത് പഠിക്കാൻ ഉള്ളൊരു ബുദ്ധി നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇനി വേറെ ഒന്നും ഇനി അറിയേണ്ട ആവശ്യമില്ല. ഇനി ഭഗവത്ഗീത ഭാഗവത്തിൽ പറയുന്ന കാര്യം മാത്രം മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ട്രയൽ ആൻഡ് എറർ ചെയ്യാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നേരെ ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള വഴിയാണ് തുറന്നു തന്നിട്ടുള്ളത്. അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരത്തിലാണ് നമ്മളിരിക്കുന്നത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാതയിൽ വന്നതുകൊണ്ട് ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട്, വൈഷ്ണവരുടെ മഹാകാരുണ്യം കൊണ്ട് നല്ല രീതിയിൽ ആ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു. ശ്രീമദ് ഭഗവത്ഗീത की जय, जगतगुरु शिला प्रभुपाद की जय, समवेद गौर भक्तवृंद की जय, शिला गुरुदेव की जय, सचिनंदन श्री गौर हरि की जय, निताय गौर प्रेमानंद. थैंक यू. हरे कृष्ण.